റിയൽ ഓണം ഇനി റോയലിനോടൊപ്പം 65% വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം. റോയൽ ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, ചേലക്കര, അമ്പലനട, പഴയന്നൂർ. ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ പുത്തൻപള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു. ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളി ഗോൾഡൻ ജൂബിലിയുടെ സമാപന സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. തൃശൂർ ഭദ്രസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലിമിസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് പൊതുസമ്മേളനവും നടത്തി. പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. നല്ല ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടാകും. ആ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും മനുഷ്യ സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയുള്ള പ്രവൃത്തിയാണ് നാം ഏറ്റെടുക്കേണ്ടത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ 50 വർഷക്കാലം നമ്മുടെ ഈ സെന്റ് ജോർജ് ജാക്കോബിക് സിറിയൻ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യുന്നതായിരുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഈ ചർച്ചുമായിട്ട് ദീർഘകാലം അല്ലെങ്കിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം. ഒരു ജനപ്രതിനിധി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഈ ചർച്ചിൻ്റെ വിവിധങ്ങളായിട്ടുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ പങ്കാളിയാകാൻ കഴിഞ്ഞു. കേവലം ക്രിസ്ത്യൻ സമൂഹത്തിന് മാത്രമല്ല, അല്ലെങ്കിൽ തങ്ങളുടെ പള്ളിക്ക് കീഴിൽ വരുന്ന ആളുകളുടെ താല്പര്യം മാത്രമല്ല, നമ്മുടെ പൊതുസമൂഹത്തിൻ്റെയും പ്രത്യേകിച്ചും പാവപ്പെട്ടവരെയും താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയ ചരിത്രമാണ് ഈ 50 വർഷം ഈ പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഞാൻ പ്രത്യേകമായിട്ട് ഈ പള്ളിയുടെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയും ഈ നാടിനു വേണ്ടിയുള്ള നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം അഭിവന്ദ്യ തിരുമേനിയും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണനും നിർവഹിച്ചു. വർഷം എന്ന് പറയുന്നത് 18,000-ൽ പരം ദിവസങ്ങളാണ്. അതിൽ നേട്ടങ്ങളുണ്ട്, ചരിതാർത്ഥ്യത നിറയുന്ന അനേകം സംഭവങ്ങളുണ്ട്, മുറിവേറ്റ അനുഭവങ്ങളുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ട അവസരങ്ങളുണ്ട്, കഷ്ടതയുടെ അനുഭവങ്ങളുണ്ട്, വിശ്വാസതീഷ്ണതയിൽ സഹനങ്ങൾ ഏറ്റെടുത്ത അവസരങ്ങളുണ്ട്. എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ദൗത്യത്തോടെ, നല്ല ദർശനത്തോടെ, ദിശാബോധത്തോടെ, സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ തുടർന്നും ചേലക്കരയുടെ മണ്ണിൽ നിലകൊള്ളുവാനായിട്ടുള്ള വലിയ ദൗത്യമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. തുടർന്ന് ഇടവകയിൽ 75 വയസ്സ് പൂർത്തീകരിച്ചവരെയും 30 വർഷം പൂർത്തീകരിച്ച ദമ്പതിമാരെയും ആദരിച്ചു. പരിപാടിക്ക് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ഷലീൽ, വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇ വേണുഗോപാല മേനോൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ പല ജോർജേട്ടൻ്റെ സ്റ്റാറ്റസിൽ കാണാറുണ്ട്. പല പ്രവർത്തനങ്ങൾ വീട് കൊടുക്കുന്നതാണെങ്കിലും സിഎമ്മിന്റെ ഫണ്ടിലേക്ക് കൊടുക്കുന്നതാണെങ്കിലും തുടർച്ചയായ ദുരന്തം സംഭവിക്കുന്ന എല്ലാ സമയങ്ങളിലും നിങ്ങളുടെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഞാൻ കാണാറുണ്ട്. എന്നിരുന്നാലും ഇതിന്റെ ഭാഗമായതിനും ഇനിയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും വിശ്വാസം മുറുകെ പിടിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കാനും അവർക്ക് ആവശ്യമുള്ള താങ്ങും തണലും അവനവനാൽ കഴിയുന്ന പ്രവർത്തനങ്ങളും എല്ലാം ഏർപ്പെടാൻ ഈ സംവിധാനത്തിനും ഈ സഭയ്ക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മുടെ എല്ലാം ആഗ്രഹം
ഇവിടെ ഈ സഭ അല്ലെങ്കിൽ നല്ല രീതിയിൽ സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകണം. അത് മുന്നോട്ട് പോകണമെങ്കിലുള്ള ഒരു അന്തരീക്ഷം നമുക്ക് നമ്മുടെ നാട്ടിൽ സംജാതമാകണം. അത് പറയാൻ എളുപ്പമാണെങ്കിലും അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണ് എന്ന് തോന്നുന്നില്ല. എന്തായാലും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ വിഭാഗത്തിൽ ഉണ്ടായിട്ടുള്ള, ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സംഘർഷ സാഹചര്യം അത് എന്തെങ്കിലും ഒരു ദിവസം അത് നീങ്ങി എല്ലാവരും ഒത്തൊരുമിച്ച് പോകുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം എന്നാണ് എല്ലാ മനുഷ്യ സ്നേഹികളും വിശ്വാസികളും ആഗ്രഹിക്കുന്നത്. എന്നും പാമ്പിന്റെ ശല്യമായിരുന്നു, എപ്പോഴും പാമ്പിന്റെ ശല്യം. അപ്പോൾ കുഞ്ഞപ്പേട്ടനും മത്തായിച്ചേട്ടനൊക്കെ എന്നോട് പറയും, എൻ്റെ അമ്മയോടും പറയും, അതായത് പുണ്യാളിന് എന്തെങ്കിലും ഒരു നേർന്നാൽ നന്നായിരിക്കും. പക്ഷെ ഞങ്ങൾ പുണ്യാളിന് എപ്പോഴും പ്രാർത്ഥിക്കും, കോഴിമുട്ട കൊടുക്കും. അങ്ങനെ അതൊരു പതിവായി അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നു എന്ന് തോന്നിയപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചർ അടിക്കാതിരിക്കാൻ, അടി കൊള്ളാതിരിക്കാൻ അന്നത്തെ 5 പൈസയും 3 പൈസയും ഒക്കെ ഇടാമെന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ആ കാലങ്ങളിലൊക്കെ അമ്മ പുണ്യാളിനെ നേരുന്നൊക്കെ കൃത്യമായി കൊടുത്താലും എനിക്ക് പലപ്പോഴും കൊടുക്കാൻ കഴിയാറില്ല. ഫാദർ കുര്യാക്കോസ് വൈദ്യൻ പറമ്പിൽ, പള്ളി ട്രസ്റ്റിയും ജൂബിലി കൺവീനറുമായ PV ഷാജൻ, സെക്രട്ടറി CC ജോൺസൺ, ജോയിന്റ് കൺവീനർ വിൽസൺ മേക്കാട്ടുകുളം, ട്രഷറർ PP ഷാജു, ഗോൾഡൻ ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ, പള്ളി ഭരണസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം കൊടുത്തു. CCV ന്യൂസ്, ചേലക്കര.